അത്തരം ഒരു സത്യം തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ജി സുധാകരൻ. CPM എന്താണ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ മാനിപ്പുലേഷൻ CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് CPMന്റെ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് പുറത്തു വന്നു. ബാലറ്റൊരു രഹസ്യമുണ്ട് ഇല്ലേ? ആ ബാലറ്റ് കവറിലിട്ടിരിക്കുന്ന ബാലറ്റ് കളക്ട് ചെയ്ത് ആ കവറിന്റെ സീല് പൊട്ടിച്ച് അതിന്റെ വോട്ട് നോക്കി ആ വോട്ട് വേറെ ആൾക്കാണ് ചെയ്തെങ്കിൽ ആ വോട്ട് മാറ്റി സ്വന്തം സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൃത്രിമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് CPMന്റെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ CPM ഈ വൃത്തികേടുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ മുഴുവൻ നടത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനേക്കാളും വലിയ എവിഡൻസ് ഏതാ വേണ്ടത്? സുധാകരൻ നുണയൊന്നും പറയില്ല. അല്ല, വിശദീകരണമൊക്കെ നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ഇയാൾ തന്നെ വായിച്ചാൽ മതി. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് കൊടുത്തുകൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ പോയിട്ട് ഇനി അവരുടെ നാവിലെന്തെങ്കിലും സ്ലിപ്പ് ഉണ്ടായ അത് പിന്നെ വാർത്ത നിങ്ങളല്ലേ എല്ലാവരും അല്ല, കുറച്ച് പേര് രാവിലെ ഇതായിരിക്കും KPCC പ്രസിഡന്റ്. നിങ്ങളാണ് KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്നത്. എത്ര ചാനൽ, ഞാൻ എല്ലാവരെ പറ്റി പറയാം, എത്ര ചാനലുകൾ ഇതായിരിക്കും KPCC പ്രസിഡന്റ്. ഉച്ചയാകുമ്പോൾ ഇയാളുടെ തൂക്കം കുറഞ്ഞു വരും, മറ്റേയാളുടെ ഭാരം കൂടി. നിങ്ങൾ വഷളായി. ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, നിങ്ങളുടെ വിശ്വാസ്യത പോവും എന്ന് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ പോവും. നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞില്ലല്ലോ. അല്ല, കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. CPMന്റെ പോലെ ഞാൻ ചോദിക്കട്ടെ, CPMലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. CPMൽ അടി നടന്നല്ലോ. CPMൽ കരുനാഗപ്പള്ളി അടി നടന്നില്ലേ? പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനലിൽ കൈയടിച്ച് നേതാക്കന്മാർ വന്ന് പാസ്സായിക്കണ പരിപാടിയൊന്നും കോൺഗ്രസ് നടക്കില്ല. അത് നിങ്ങളുടെ തോന്നലല്ലേ, നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ. അതെ, പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, BJPക്കെതിരെ CPMനെതിരെ പറയില്ല. നിങ്ങൾ കുറെ പേര് കോൺഗ്രസിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ഒരു ടീം ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ പുറകെ വന്നോളൂ, അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ വന്നോളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ദേശാഭിമാനിക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ ചോദിച്ചത്, കൈരളിക്കാരും. ആ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത്, ആ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്. അതിപ്പോ ഓർമ്മയുണ്ടാവില്ല, മറന്നുപോയി. എന്നിട്ട് ഇപ്പൊ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്തപ്പോ കടലിലെ വിപ്ലവം എന്താണ് ഈരൊക്കെ നാണാവില്ല ഓരോ നേരം ചോദ്യം ചോദിച്ചു. പോയി